പുതിയ കെട്ടിടം വളരെ മനോഹരമായി, പുതിയ ക്ലാസ് റൂം വളരെ ഉന്നത നിലവാരത്തിൽ തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. പറഞ്ഞോളൂ. അതെ, പറഞ്ഞതുപോലെ തന്നെ ഇതാണ് പുതിയ ക്ലാസ് മുറി. വളരെ വലിയ വിശാലമായ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളോട് കൂടിയ, വേണമെങ്കിൽ നമുക്ക് സ്വകാര്യ സ്കൂളുകളെ വെല്ലുന്ന സൗകര്യങ്ങളുള്ള ക്ലാസ് മുറി എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ എല്ലാ സൗകര്യങ്ങളുമുള്ള റൂമാണ്. ഇതായിരിക്കും ഒരുപക്ഷെ ഓഫീസ് റൂം. അത് പൂട്ടിയിട്ടുണ്ട്. ഇത്തരത്തിൽ 2 നിലകളിലായി വളരെ മനോഹരമായ കെട്ടിടമാണ്. നിർമ്മാണം ഒരു സിവിൽ വർക്ക് 90% പൂർത്തിയായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇനിയുമുള്ളത് ഇലക്ട്രിക്കൽ വർക്കാണ്. പക്ഷേ നമ്മൾ അപ്പോഴും ഇതിൻ്റെ ഈ കെട്ടിടം നിർമ്മിക്കുന്നുണ്ട് അല്ലെങ്കിൽ കെട്ടിടം നിർമ്മിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോഴും ചില ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. കാരണം 3 വർഷമായി കെട്ടിടത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ട്. ഫണ്ട് ഒരു പ്രശ്നമല്ല, ഫണ്ട് നിരന്തരമായി വന്നുകൊണ്ടിരുന്നു. കെട്ടിടം പണിതു. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഡിലേ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഇത്ര മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളിന് പണം അനുവദിച്ച് സ്കൂൾ കെട്ടിടം പണിയുന്നു? എന്തുകൊണ്ട് വേഗത്തിൽ അത് ഒരു അധ്യയന വർഷം കൊണ്ട് അല്ലെങ്കിൽ 2 അധ്യയന വർഷം കൊണ്ട് പണിഞ്ഞ് തീർക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കും. അപ്പോഴാണ് ഈ സിസ്റ്റത്തിൻ്റെ മൊത്തം പ്രശ്നം ആയിട്ട് നമ്മൾ ഇതിനെ കാണേണ്ടത്. പ്രത്യേകിച്ച് ഈ കെട്ടിടം നമുക്ക് കാരണം ആ കെട്ടിടത്തിനേക്കാൾ സുരക്ഷിതമായിരിക്കും എന്തായാലും ഈ കെട്ടിടം. അപ്പോൾ ഈ സാങ്കേതികമായ കാരണങ്ങളാണ്. കാരണം ആ കെട്ടിടത്തിൽ ഓട് പൊളിഞ്ഞ് വീഴാനുള്ള സാധ്യതയുണ്ട്. അതിന് ഫിറ്റ്നസ് ഇല്ല. അപ്പോഴാണ് ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇതിന് കറണ്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവിടെ ഓട് വീണ് കുട്ടികളുടെ തലയിൽ ഇളകി കുട്ടികളുടെ തലയിൽ വീഴണോ അതോ കറണ്ട് ഇല്ലാതെ ഇരുന്ന് പഠിക്കണോ എന്നുള്ള യുക്തിപരമായ ചോദ്യമായിരുന്നു ചോദിക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ മഴയും കാറ്റും ഉള്ളപ്പോൾ കുട്ടികളെ ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടത്തിലായിരുന്നില്ല ഇരുത്തേണ്ടത്. അല്ലെങ്കിൽ ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായ മുറയ്ക്കെങ്കിലും കുറച്ച് ക്ലാസ്സുകളെങ്കിലും ഇങ്ങോട്ട് മാറണം. കാരണം അവിടെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പലപ്പോഴും നമ്മൾ ഈ കോട്ടയത്ത് സംഭവിച്ചതുപോലെ ഉദ്ഘാടനത്തിന് വേണ്ടി കാത്തിരിക്കും. കാരണം എന്നാൽ ഈ നിർമ്മാണം പൂർത്തിയായ മുറയ്ക്ക് കുട്ടികളെ ഈ പുതിയ സ്കൂളിലേക്ക് ക്ലാസ്സുകളിലേക്ക് മാറ്റിയിരുന്നെങ്കിൽ, കാരണം അവരുടെ സുരക്ഷയാണ് പ്രധാനം. ഇനി ആരെങ്കിലുമൊക്കെ ഭാവിയിൽ ഉദ്ഘാടനം ചെയ്യുന്ന അവരുടെ ഡേറ്റ്, ജനപ്രതിനിധിയുടെ ഡേറ്റ്, മന്ത്രിമാരുടെ ഡേറ്റൊക്കെ എടുത്തിട്ട് അതുവരെ കാത്തിരിക്കാൻ പാടില്ല. കാരണം അത്യന്തം ശോചനീയമായ ഒരു കെട്ടിടത്തിൽ കുട്ടികളെ വീണ്ടും അവിടെ അപകടാവസ്ഥ മുന്നിൽ നിൽക്കെ അവിടെ തുടർന്ന് കൊണ്ടുപോയി ക്ലാസ്സുകൾ എന്നത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണ്.